ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ക്രിസ്തുമസും കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു. ഞങ്ങൾക്കിവിടെ നടവയിൽ പെരുന്നാളുണ്ടായിരുന്നു, നടവയിൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. വീണ്ടും പഴയ പോലെ തന്നെയായി. ഇനി തിങ്കളാഴ്ച സ്കൂളും തുറക്കും. അപ്പം ഞാൻ രാവിലെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുള്ള സ്ട്രോബെറിയാണ്. ഇത് അതിൻ്റെ റൂട്ട് പോയിട്ട് നിലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ചട്ടി നട്ട് വളർത്തിയ സ്ട്രോബെറിയിൽ അധികം കായ്കളൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ ഈ നിലത്ത് വന്നിട്ട് ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്ക് ഉണ്ടായേക്കുന്നതിൽ നിറയെ പൂക്കളും ഉണ്ട്, കായ്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ആ നിലത്ത് വന്നിട്ടുള്ള ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്ക് മുളച്ച് വന്നിട്ടുള്ള ആ തൈകളൊക്കെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ ചട്ടിയിൽ നട്ട് വളർത്തിയതിനേക്കഴിഞ്ഞും നല്ല ചോടൊക്കെ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തണ്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ? പക്ഷേ ചട്ടിയിൽ നട്ട് വളർത്തിയതിനകത്ത് ഇതുപോലെ കായ്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കെന്താ, സ്ട്രോബെറിക്ക് അധികം വളവും വെള്ളവും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നല്ലേ മനസ്സിലാവുന്നേ. വേണ്ട, ഇതൊക്കെ ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്ക് മുളച്ച് വന്നിട്ടുള്ളതാട്ടോ. ഉണ്ടോ? രക്ഷയുണ്ട്. ഇതിലൊക്കെ പൂക്കളുണ്ടാകാൻ തുടങ്ങുന്ന അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഒക്കെ നട്ട് വളർത്തുന്നവർ ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.